ത്യാഗത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വലിയ നോമ്പുകാലത്ത് ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകൾ നെഞ്ചേറ്റി കൊല്ലം രൂപതയിൽ ഭക്തിനിർഭരമായ പരിഹാര പ്രദക്ഷിണം നടത്തപ്പെട്ടു. പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ ജീവിത ക്ലേശങ്ങളെ കുരിശിനോട് ചേർത്തുവെച്ച് നടത്തിയ പദയാത്ര കൊല്ലത്തിന്റെ തെരുവീഥികളെ വലിയ പ്രാർത്ഥനാലയമാക്കി മാറ്റി. വിശ്വാസ തീക്ഷ്ണതയുടെ അഗ്നിനാളങ്ങൾ ഓരോ ഹൃദയത്തിലും ജ്വലിച്ചു നിന്ന ആ നിമിഷങ്ങളിൽ നഗരവീഥികൾ വെറുമൊരു സഞ്ചാരപാതകളായല്ല, മറിച്ച് കാൽവരിയിലേക്കുള്ള വിശുദ്ധപാതകളായാണ് അനുഭവപ്പെട്ടത്. ലോകത്തിന്റെ പാപഭാരങ്ങൾ ചുമലിലേറ്റി ഗാഗുൽത്താമല കയറിയ മിശിഹായുടെ സഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് തങ്ങളുടെ ആകുലതകളും കണ്ണീരും ആ കാൽക്കൽ സമർപ്പിക്കാനെത്തിയ ജനസഞ്ചയം ഭക്തിയുടെ ഒരു മഹാസാഗരമായി പരിണമിച്ചു. അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്ന പ്രാർത്ഥനാമന്ത്രങ്ങൾ ഓരോ വഴിയോരത്തെയും വിശുദ്ധമാക്കി മാറ്റിയപ്പോൾ അത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രത്യാശയുടെ ഉയർപ്പായി മാറി. കൊല്ലം രൂപതമെത്രാൻ അഭിമന്യ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ വർഷത്തെ പരിഹാര പ്രദക്ഷിണം നടന്നത്. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും വിശ്വാസികൾ കുരിശുകളേന്തിക്കൊണ്ട് പ്രദക്ഷിണത്തിൽ അണിനിരന്നു. നവവൈദികൻ ഫാദർ ജെറിൻ ആൻഡോ വർഗീസ് അഭിമന്യ പിതാവിനൊപ്പം കുരിശിന്റെ വഴിയിൽ സഹകാർമ്മികനായി നേതൃത്വം നൽകി. സെമിനാരി റെക്ടർ റവറൻ ഫാദർ സിയോൺ ആൽഫ്രഡ്, പ്രിഫെക്ട് റവറൻ ഫാദർ മാക്സ്വെൽ ജോസഫ്, റവറൻ ഫാദർ വിൻസെന്റ് മച്ചാഡോ, റവറൻ ഫാദർ ഹുബർട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ സെമിനാരി വിദ്യാർത്ഥികൾ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഏകോപിപ്പിച്ചു. രൂപതാ വികാരി ജനറൽ വെരി റവറൻ ഫാദർ ബൈജു ജൂലിയന്റെ സാന്നിധ്യവും നിർദ്ദേശവും ഇതിന് സഹായകമായി. ഒപ്പം മൈനർ സെമിനാരിയിലെ വിദ്യാർത്ഥികളുടെ ഭക്തിസാന്ദ്രമായ ഗായക സംഘത്തോടൊപ്പം വിശ്വാസികൾ ദൈവസ്തുതികൾ ആലപിച്ചു. ഭക്തിനിർഭരമായ കുരിശിന്റെ വഴിയുടെ 12ാം സ്ഥലത്ത് വെച്ച് റവറൻ ഫാദർ ജോസഫ് അംബ്രോസ് OFM ക്യാപ്പ് നൽകിയ സന്ദേശം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഏശയ്യായുടെ പുസ്തകത്തിലെ സഹനദാസനെ കുറിച്ചുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സഹനങ്ങളെ നന്മയ്ക്കായി ഏറ്റെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. കഷ്ടപ്പാടുകൾ വെറും ശിക്ഷയല്ല, മറിച്ച് യേശുക്രിസ്തുവിനോടുള്ള ഐക്യപ്പെടലാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വാസികൾക്ക് വലിയൊരു ആശ്വാസവും പ്രേരണയുമായി. കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് നടന്ന ക്രിസ്തുവിന്റെ സ്മരണ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് നടന്ന പരിഹാര പ്രദക്ഷിണം കൊല്ലം രൂപതയിലെ വിശ്വാസികൾക്ക് ആത്മീയ നവീകരണത്തിന്റെ വലിയൊരു നിമിഷമായി മാറി. അഭിമന്യ പിതാവിനൊപ്പം അനേകം വൈദികരും സന്യസ്തരും ഈ വിശുദ്ധയാത്രയിൽ അണിചേർന്നത് ആത്മീയമായ വലിയൊരു കൂട്ടായ്മയുടെ നേർക്കാഴ്ചയായി മാറി. തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ട പരിശുദ്ധമായ ബലിയർപ്പണ വേളയിൽ രൂപതയുടെ ആത്മീയ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭിമന്യ പിതാവ് നൽകിയ ആഹ്വാനം വിശ്വാസി സമൂഹം ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങി. ഈ പദയാത്ര കേവലം ഒരു സ്മരണ പുതുക്കലല്ല, മറിച്ച് ഓരോ വിശ്വാസിയുടെയും ആന്തരികമായ പരിവർത്തനത്തിനുള്ള ആഹ്വാനമായിരുന്നു. പീഠാനുഭവത്തിന്റെ കൈപ്പുനീർ കുടിച്ചു തീർത്ത ക്രിസ്തുവിനൂടെ മാത്രമേ ഉത്ഥാനത്തിന്റെ പ്രകാശത്തിലേക്ക് നടന്നു കയറാൻ സാധിക്കൂ എന്ന വലിയ സത്യം ഓരോ ഹൃദയത്തിലും ഉറപ്പിച്ചുകൊണ്ട് ഈ പരിഹാര പ്രദക്ഷിണം കൊല്ലത്തിന്റെ മണ്ണിൽ വിശ്വാസത്തിന്റെ പുതിയൊരു വസന്തത്തിന് തുടക്കം കുറിച്ചു. ഷെഖേന ന്യൂസ്, കൊല്ലം.